ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഓണത്തിന് ചെല്ലണോന്ന് വർമ്മ സാർ പറഞ്ഞെന്നും പറഞ്ഞ ശേഖരൻ സാർ വിളിച്ചിരുന്നു. ഞാനെങ്ങനെ അവിടെ ചെല്ലും? കൃതികമോളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എന്താണ് ഈ അമ്മായിയമ്മയും മരുമോനും തമ്മിലുള്ള കെമിസ്ട്രി? കെമിസ്ട്രിയും ബയോളജിയും ഒന്നുമില്ല. ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ അവരുടേതാ. ഓ, അതാ ഈ പഞ്ചപുച്ഛം. അല്ല, കൊറേ കാലായില്ലേ മന്ത്രിയായിട്ട്? കോഴ വാങ്ങിയ കാശൊന്നും ഇല്ലേ? അതൊക്കെ സ്വിസ് ബാങ്കിലായിരിക്കും. ആ കാര്യത്തിൽ അവൻ സത്യസന്ധനാടാ. 10 പൈസ പോലും അവൻ കൈക്കൂലി വാങ്ങില്ല. അതെന്താ, കാശിനോട് വെറുപ്പാണോ? കാശിനോട് അറപ്പും വെറുപ്പൊന്നുമല്ല. അവൻ അങ്ങനെയാ. രാഷ്ട്രീയത്തിലെ വിശുദ്ധനാ. നാറ്റിക്കണമെങ്കിൽ നാറ്റിക്കാം, മന്ത്രിസഭയിൽ പുറത്തും ചാടിക്കാം. അതിനുള്ള സമയമായിട്ടില്ലടാ. ഇപ്പൊ നല്ലൊരു ടേംസിലാ ഞാനും അവനും തമ്മില്. ടേംസ് തെറ്റുന്നൊരവസരം വന്നാ മാത്രം മതി അത്തരം ചീഞ്ഞു നാറിയ പരിപാടികളൊക്കെ. ഈ ഓണാഘോഷം ഇവിടെ വെച്ച് നടക്കുമ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനാമേ. അതിന് നീ എന്തിനാടാ ടെൻഷനാകുന്നേ? ആ രാജുവും കുടുംബവും ഇവിടെ വരുന്നതല്ലേ. നമുക്കേ അവരെ നാറ്റിക്കാനുള്ള ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കാം. എന്താടാ? അതല്ല അമ്മേ, അവരൊക്കെ വരുമ്പോ ഞാൻ നാണം കെടുവെന്ന എന്റെ പേടി. മനസ്സിലായില്ല. ഇപ്പൊ മുറിയിലടച്ചിരിക്കുകയാണെങ്കിലും എല്ലാരെയും കാണുമ്പോ അവള് കൊച്ചിനെയും ചുമന്നെടുത്തോണ്ട് പുറത്തേക്ക് വരില്ലേ, ആ ദിവ്യ. അത് ശരിയാണല്ലോടാ. അതൊരാപ്പാണല്ലോ. നമുക്കേ രഹസ്യമായിട്ട് മറ്റൊരു പരിപാടി ചെയ്താലോ? എന്താ അമ്മേ? നമുക്കവളെ വല്ല ഹോസ്റ്റലിലും കൊണ്ടാക്കാം. സംഗതി കൊള്ളാം, പക്ഷേ അതിനോട് സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. സമ്മതിച്ചില്ലെങ്കിലേ വേറെ ചില തന്ത്രങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാം. പക്ഷേ ഇവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്ന കാര്യം ഒരു കാരണവശാലും പ്രതാപൻ അറിയരുത്. അവള് ഹോസ്റ്റലിലേക്ക് വരുമെന്നുള്ള കാര്യം സംശയ. വന്നില്ലെങ്കിൽ അറ്റകൈ പ്രയോഗം. നീ സമാധാനായിട്ടിരിക്കടാ. അല്ലമ്മേ, ആ അപ്പൂന്റെ കാര്യം എന്താ അവതരിപ്പിക്കാത്തെ? ആ കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എടാ, അപ്പോ ഇപ്പൊ നമുക്ക് മൂർച്ചയുള്ളൊരു ആയുധമാണ്. ഇപ്പൊ അതെടുത്ത് പ്രയോഗിച്ച പ്രയോജനം ഇല്ലാതായി പോവും. ഈ പ്രശ്നവും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് അപ്പൂനെ നമ്മള് നമ്മുടെ വശത്താക്കണം. അതിനുശേഷം അവളെ നമുക്ക് ഹൃദികയ്ക്ക് നേരെ തിരിക്കാം. എപ്പടി? സൂപ്പർ. അമ്മയുടെ തല ഒരു മഹാസംഭവം കേട്ടോ. നീയായിരുന്നു? ജേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഒരുമാതിരി പ്രേതത്തെ കണ്ട പോലെ. അയ്യോ, പ്രിയ പ്രേതമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നീ നല്ല സുന്ദരിയല്ലേ? നിന്റെ സൗന്ദര്യം കണ്ടിട്ടില്ലേ നിന്നെ കെട്ടിയത്? അല്ലാതെ സ്ത്രീധനം മോഹിച്ചിട്ടൊന്നുമല്ലല്ലോ. എന്നിട്ട് സ്ത്രീധനം കണക്ക് പറഞ്ഞ് മേടിച്ചല്ലോ. അയ്യോ എടി, അത് സ്ത്രീധനമല്ല, അതാണ് സഹന പണം. എന്തു പണം? സഹന പണം. ജീവിതകാലം മുഴുവൻ സഹിക്കണ്ടേ, അതിനുള്ള പണം. ദേ ചേട്ടാ, ഒരു ഭാര്യയുടെ തനി സ്വഭാവം ഒന്നും ഞാൻ ഇതുവരെ ഇറക്കിയിട്ടില്ല. അത് എന്നെ കൊണ്ട് ഇറക്കിപ്പിക്കല്ലേ. ശാന്തശീലയായ നിനക്ക് അങ്ങനെ ഒരു മുഖമുണ്ടോ മോളെ? ആ,
ചില ഭർത്താക്കന്മാരുടെ മുമ്പിലെ ചിലപ്പോ ഭദ്രകാളി ആവേണ്ടി വരും. പറ ചേട്ടാ, എന്തിനാ എന്നെ കണ്ടപ്പോ പേടിച്ച്? അയ്യേ, അതൊന്നുമില്ല മോളെ. ഞാനൊരു ദിവാസ്വപ്നം കാണുമായിരുന്നു. സത്യം പറ, ആർക്കെങ്കിലും കാശ് കൊടുക്കാനുണ്ടോ? കടക്കാർ ഓടിച്ചിട്ടടിക്കുന്ന സ്വപ്നമാണോ കണ്ടത്? അയ്യോ ഇടി, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. നിനക്ക് പേടിയുണ്ടോ? ആ, എനിക്ക് പേടിയുണ്ട്. 2 സാധനങ്ങളെ. അതാരൊക്കെ? അമ്മായി അമ്മയും അണലിപ്പാമ്പിനെയും. ആ, രണ്ടും അറിയാതെ ചവിട്ടിയാ അപ്പ കടിക്കും. ആഹാ. എനിക്ക് അമ്മായി അച്ഛനെ 8 കാലിയാ പേടി. രണ്ടും കടിച്ചാലേ ചൊറിഞ്ഞ് പുഴുക്കും. ആ, നിന്റെ അച്ഛന്റെ തിരുമോന്ത കണ്ടേച്ചാലും മതി. എന്താ മാതൃകാ ദമ്പതികള്? മാതൃകാ ദമ്പതികളാ? അതിന് ഞങ്ങൾ ലോകത്തിന് എന്ത് മാതൃക കാണിച്ചിട്ടുള്ളത്? ഒരു തൊഴിലും ചെയ്യാതെ കണ്ടവരെ പിഴിഞ്ഞ് ദാമ്പത്യ ജീവിതം നയിക്കാമെന്ന മാതൃക നിങ്ങളല്ലേ കാണിച്ചോണ്ടിരിക്കുന്നത്? ദേ തള്ളേ, 20 വയസ്സ് വരെ നീ എന്നെ പിഴിഞ്ഞ് ജീവിച്ച്, അതിനുശേഷം ഇവിടത്തെ അച്ഛനെയും രാജുമോനെയും പിഴിഞ്ഞ് ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ എന്ത് പിടിക്കുന്ന പറയുന്നത്? എടാ, അന്ന് നീ കുഞ്ഞായിരുന്നു. ഞാൻ കൊണ്ടുവയ്ക്കുന്ന കാശ് മുഴുവനും നീ കട്ടെടുക്കും. ഒടുവില് വീട്ടിലിരിക്കുന്ന പാത്രങ്ങള് എന്തിന് ഗ്യാസ് കുറ്റി വരെ കട്ട് വിറ്റ് പുട്ടടിച്ചില്ലേടാ നീ? നിങ്ങൾ ഇപ്പൊ ഇവിടെ തരണം. ആ അതെ സർ. ആ പിന്നെന്താ, ഞാനത് അറേഞ്ച് ചെയ്യാം സാറേ. ഏട്ടന്റെ ഓർഡറാ ഞാൻ രാജുവിനോട് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പൊ അമ്മയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത്തവണത്തെ ഓണം ഇവിടെ വലിയ ആഘോഷമായി നടത്താൻ തീരുമാനിച്ചു. സന്തോഷം സാറേ. ആ പിന്നെ രാജുവിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഈ ഓണാഘോഷത്തിന് പങ്കെടുക്കണം. ഇതൊരു ക്ഷണമായിട്ട് കരുതണം. ശരി ശേഖരൻ സാറേ. തീർന്നില്ല, ഓണാഘോഷത്തിന്റെ എല്ലാ ചുമതലകളും രാജു ഏറ്റെടുത്ത് നടത്തണം. ഇതും ഏട്ടൻ പറഞ്ഞതാ. അതിനെന്താ സാർ, എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോ ബാക്കിയെല്ലാം നാളെ നേരിൽ. ഓക്കെ, ഗുഡ് നൈറ്റ് രാജു. ഗുഡ് നൈറ്റ് സാർ. എന്താ മോനെ രാജുക്കുട്ട? പറയാം. അമ്മേ, അമ്മേ. ആ ആ അമ്മ ഒന്നിങ്ങ് വന്നേ. എന്താടാ? അമ്മേ, ഇത്തവണ വർമ്മ സാറിന്റെ വീട്ടിലെ ഗംഭീര ഓണാഘോഷം. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഓണത്തിന് ചെല്ലണോന്ന് വർമ്മ സാർ പറഞ്ഞെന്നും പറഞ്ഞ് ശേഖരൻ സാർ വിളിച്ചിരുന്നു. ഞാനെങ്ങനെ അവിടെ ചെല്ലും? കൃതിക മോളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അകലെ